ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ട് നോക്കി. കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. നമ്മൾ മക്കളസിൻ്റെ കൂടെ കുറച്ചൊക്കെ ഒന്ന് മീൻ പിടിക്കാൻ പോയതും പിന്നെ നമ്മൾ പുഴയിലൊക്കെ ഒന്ന് പോയിട്ട് പുഴയൊക്കെ ഒന്ന് കണ്ടുവന്ന ചെറിയ വീഡിയോസൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മക്കളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്ത് കൊടുക്കുകയല്ലേ, എല്ലാ ഉമ്മമാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്ക് ചിക്കൻ കറി ആയാലും നെയ്ച്ചോറായാലും ഒക്കെ കുറച്ചൊക്കെ ചോറുന്നു കേട്ടോ, ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇത് ചോറൊക്കെ തിന്നാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം ഒരുപാട് വട്ടം നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയുടെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണേ. അപ്പോൾ 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ അങ്ങനെ അധികം ആരും കണ്ടിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ വീഡിയോ 2-3 ദിവസമായിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇട്ട വീഡിയോക്ക് ആണെങ്കിൽ അധികം വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു ടെൻഷനും കാര്യത്തിലുണ്ട്. അപ്പോൾ മക്കൾ എന്നോട് പറയുമ്പോൾ എന്തിനാണ് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിരുന്നത്, നമ്മളെ വീഡിയോ ഒന്നും ആരും കാണില്ലല്ലോ, വലിയ പൈസക്കാരുടെ വീഡിയോസൊക്കെ അല്ലേ എല്ലാവരും കാണുള്ളൂ കേട്ടോ. പക്ഷെ അമ്മ പറയുക എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും കാലത്ത് നമ്മളൊക്കെ അങ്ങനെയൊക്കെ ആയാലോ, വലിയ പൈസക്കാരനായിട്ടില്ലെങ്കിലും ചുമ്മാ ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ആയാലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയറൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ വീഡിയോസ് എല്ലാവരും കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ തൊട്ടടുത്ത് ഞങ്ങൾ പുഴയിലേക്ക് പോയതാട്ടോ ഞങ്ങൾ. അപ്പോൾ ഇതാ പുഴയിൽ പോയിട്ടേ ഇവിടെ വെള്ളത്തിൻ്റെ നല്ലോണം വെള്ളം വന്നില്ലേ, ആ ടൈമിൽ ഇത് പുഴ നിറഞ്ഞു ഒഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ലോണം മണൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴേ പുഴ ഇങ്ങനെ വിട്ട് നിന്നിട്ട് കാണാനേ പറ്റുള്ളൂ എന്ന് കരുതി. പക്ഷെ നമ്മൾ വന്ന് നോക്കിയപ്പോൾ പുഴയൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ട് അക്കരെ തിരുനാവാഴ പറയും കേട്ടോ, ആ ഭാഗത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് വെള്ളം കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞങ്ങളൊരു 3 മണി തൊട്ടിട്ട് ഒരു 6 മണി വരെ ഈ പുഴയിൽ തന്നെ കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദിയമോൾക്കും നാശിമോൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇവിടെ പമ്പ് ഹൗസ് ഉണ്ട് കേട്ടോ, വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ പമ്പിലൂടെ നമ്മൾ ഇങ്ങനെ പോയില്ലേ കനാലിലൂടെ. അപ്പോൾ ആ ഒരു ഇതാണ്. പക്ഷേ അതിന് നിറയെ കച്ചറ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒന്നുമല്ല, നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ കൊടുന്നിട്ടിട്ടേ അതിൽ കുറേ ആമക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കണ്ടിട്ട് വരികയാണേ. അപ്പോൾ ഒരു ഉമ്മ എന്നുള്ള ഇതിൽ നമുക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറുതായിട്ടുള്ള സന്തോഷങ്ങളൊക്കെയാണ് കേട്ടോ ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ ഓരോ യാത്രകളും ഇങ്ങനത്തെ ഓരോ വിശേഷങ്ങളൊക്കെ. അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഇങ്ങനെ വലിയ ടൂർ പോവുക അങ്ങനത്തെ ഒന്നുമല്ല, എവിടേക്കാണ് ഒന്ന് കൊണ്ടുപോവുക, ഒരു ഐസ്ക്രീമോ കാര്യങ്ങളൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കുക, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അവരുടെ സന്തോഷങ്ങൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നമുക്ക് മക്കൾ പിറ്റേന്നാ പോവുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞേ ഉമ്മച്ചി തോട്ടിൽ പോയിട്ട് മീൻ പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ തോട്ടിൻ്റെ അടുത്ത് നല്ലോണം തുമ്പപ്പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ ചേച്ചീൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് തുമ്പപ്പൂവും മുക്കുറ്റിപ്പൂവും ഒക്കെ പറിച്ച് കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആർക്കും ഈ പൂവിനൊന്നും ആവശ്യമില്ല, കണ്ടപ്പം ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതാണേ. അപ്പോൾ തോട്ടിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേ അവിടെ 2-3 പശു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് പേടിയായി. അപ്പോൾ ഞാനിനി തോട്ടിക്ക് അങ്ങനെ പാലത്തിമ്മ കൂടെ കയറി പോകുമ്പോൾ അഥവാ പശുക്കൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും വീണും കുട്ടികളും വീണിട്ടുണ്ടെങ്കിൽ ആകെ ജഗപൊക, ആകെ പ്രശ്നങ്ങളുടെ കൂമ്പാരവും. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞേ ആ ഭാഗത്ത് കൂടെ വരണ്ടെന്ന് പറഞ്ഞിട്ട് നടവരമ്പുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നിട്ട് തോട്ടിക്ക് വന്നിക്കണേ. അപ്പോൾ അതാ അവിടെയൊക്കെ പോയിട്ടും ഞങ്ങൾക്ക് മീനൊക്കെ കിട്ടിയെങ്കിലും മക്കൾക്ക് ഒരു ഭാഗത്ത് നിന്നിട്ട് ഇരിപ്പ് കിട്ടണില്ല കേട്ടോ. ഇവിടുന്ന് കിട്ടും, അപ്പുറത്തുനിന്ന് കിട്ടും, ഇപ്പുറത്തുനിന്ന് കിട്ടും, കാരണം ഒന്നുമില്ല, എല്ലാ കളിക്കും മീനെ കിട്ടും കേട്ടോ. അതാണ് ഓലെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഞാനുണ്ടെങ്കിൽ അവർക്ക് മീൻ പിടിക്കാൻ പോകാനും അവരെ കളികൾക്കും എല്ലാത്തിനും കൂട്ട് നിൽക്കും. അപ്പോൾ അവർക്കറിയാം ഞാൻ അങ്ങനെയുള്ള ഒരാളാണെന്നുള്ളത് കാരണം എന്നെ വെറുതെ വിടൂല കേട്ടോ മക്കൾ. ഞാനും തന്നെ ചെയ്തു കൊടുക്കും. അവരെ മക്കളെ ഇഷ്ടമല്ലേ നമ്മളെ ഇഷ്ടം. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും കേട്ടോ. അത് എൻ്റെ മക്കൾക്ക് എന്നല്ല, നമ്മുടെ അയൽവാസത്തെ കുട്ടികൾക്കായാലും നമ്മുടെ കാക്കാരെ കുട്ടികൾക്കായാലും എല്ലാവർക്കും കേട്ടോ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ടേ. പണം കൊണ്ട് സഹായിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ചെറിയ ആഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ നിന്നൊടുക്കണ്ടേ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. ഞങ്ങൾ മീനൊക്കെ പിടിച്ച് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. രാത്രിയായപ്പോൾ അവർ ചായയൊക്കെ കുടിച്ചിട്ട് മക്കൾസ് പോയി കേട്ടോ, സ്കൂളൊക്കെ ഉള്ളതല്ലേ. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.